Superstar presented by Easty powered by Pittapillil Agencies. ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. நேற்று வரை நேரம் போகவில்லை உனதருகே நேரம் போகவில்லை കാമുകിയും ഭാര്യയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാമുകി പോളിസ്റ്റർ ലുങ്കിയും ഭാര്യ നമ്മളുടെ ജെട്ടിയുമാണ്. അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കനവേറി വന്നു. നമ്മുടെ സ്വന്തം സലീമേട്ടൻ. ഹലോ ഹലോ മിസ്റ്റർ ഡാർലിംഗ്. ഓ സുഖമായിട്ടിരിക്കണോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ഇനി കെട്ടിപ്പിടുത്തൊന്നും വേണ്ടട്ടൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. പക്ഷെ എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ട്. ഡൗട്ടോ? ഓ ചോദിച്ചോളൂ. ഡൗട്ട് ഇവിടെയല്ലേ ചോദിക്കാൻ പറ്റൂ? തീർച്ചയായിട്ടും. അങ്ങനെ ഒരു ബന്ധമാണല്ലോ നമ്മൾ തമ്മിൽ. ചോദിച്ചോളൂ. മോളിന്ന് വിളിച്ചെന്നെ അങ്ങോട്ട് കൊല്ലും. പ്രണയം ഉണ്ടോ? എനിക്കോ? അന്ന് പയ്യെ ചോദിക്കണം. എനിക്ക് പ്രണയമുണ്ട്. പ്രണയം ഉണ്ടോ? ആ പ്രണയമുണ്ട്. ഉണ്ട്. പ്രണയമുണ്ട്. അപ്പൊ കല്യാണം കഴിച്ചില്ലേ? ആ കല്യാണം കഴിച്ചു വെച്ച് പ്രണയിക്കുന്നത് എന്താണിപ്പോ? കല്യാണം വേറെ, കാമുകി വേറെ, ഭാര്യ വേറെ. അപ്പൊ പിന്നെ എന്തിനാ കല്യാണം കഴിച്ചേ? ഇത് അതിന് വേണ്ട, പോട്ടെ. എനിക്ക് ഒറ്റ ഡൗട്ട്. കാമുകിയും ഭാര്യയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാമുകിയും ഭാര്യയും തമ്മിലുള്ള വ്യത്യാസം വെച്ചാല് കാമുകി പോളിസ്റ്റർ ലുങ്കിയും ഭാര്യ നമ്മളുടെ ജെട്ടിയുമാണ്. കാമുകി പോളിസ്റ്റർ ലുങ്കിയാണ്. കാമുകി പോളിസ്റ്റർ ലുങ്കി. ആ ഭാര്യ നമ്മളിടുന്ന ജെട്ടിയില്ലേ, ഇതിന്റെ അടിയിലുള്ള ജെട്ടി. ഈ പോളിസ്റ്റർ ലുങ്കി ഇടക്ക് വെച്ച് ഉരിഞ്ഞു പോകും, പക്ഷെ ജെട്ടി അങ്ങനെ തന്നെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു ശരിയല്ലേ? ഞാൻ സമ്മതിക്കൂല. ശരിയാണ്. ഞാൻ ശരിയല്ലേ? ശരി. എന്താ ശരിയാണല്ലോ. ഞാനും ശരിയാണല്ലോ. ഈ പറഞ്ഞ സാധനം ഇല്ലേ, അതും കൊറേ കഴിഞ്ഞ നശിച്ചു പോവല്ലോ. എന്റെ ഡൗട്ടുകളാണ്. ഞാൻ പറഞ്ഞ സത്യല്ലേ? ഒരു 5 വർഷം നമ്മൾ അതന്നെ യൂസ് ചെയ്യോ? ചെയ്യില്ലല്ലോ. പറയൂ മോളെ, നീ ഒരുപാട് അല്ല, ഞാൻ ചോദിച്ചത് എന്താണ് തെറ്റ്? ഒന്നുമില്ല, ഞാനിവിടെ വന്നതാണ് തെറ്റ്. ഞാൻ ഇങ്ങനെയുള്ള ഒരു ചോദ്യവും ജീവിതത്തില് ചോദിക്കില്ല ദാസ. സോറി, എനിക്ക് തെറ്റ് പറ്റിയതാ. ആള് മാറിപ്പോയി. സോറി. പക്ഷേ കല്യാണരാമനിലെ ഒരു അടിപൊളി സീൻ നമുക്ക് കണ്ടാലോ? എന്നിട്ട് നമുക്ക് ഈ തെറ്റുകളൊക്കെ തിരുത്തി അവിടെ പോയിരുന്ന് നല്ല കമന്റ്സുകൾ പറയാം. റെഡി? വെൽക്കം കണ്ടിട്ട് ഈ എല്ലി ശരിയാവുന്നില്ലല്ലോ. ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ടേ വെക്കും? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, പണിയെടുത്തോണ്ടിരിക്കുമ്പോ ഒച്ചത്തിൽ വിളിക്കണമെന്ന്. ഈ എല്ല് ശരിയാവില്ല. ഈ പണ്ടാരം എവിടെയാണെന്ന് ഫിറ്റ് ചെയ്യേണ്ടത്? നിന്റെ ഒടുക്കത്തെ എല്ല് കണ്ടല് പോയി. ആ എല്ലല്ല, ഞാൻ ചോദിച്ചത് ഈ എല്ലിന്റെ കാര്യോ? എല്ലോ? അത് ഏഴല്ലേ? എടാ, പണിക്കിറങ്ങിട്ട് 5-8 കൊല്ലമായില്ലേ, ഇതുവരെ വെൽക്കം എന്ന് എഴുതാറിയാൻ പാടില്ലെങ്കിൽ നിന്നെയൊക്കെ എന്തിനു കൊള്ളാടാ? പുതിയ ലിബിയാന്റെ പേരില്ല, പഴയ ലിബിയാന് താർത്തേനെ. അതെ, ഈ കഴിഞ്ഞിട്ട് ഒരല്ലാണോ അതോ 2 അല്ല? അതൊക്കെ നീ മനസ്സിൽ തന്നെ ചെയ്താൽ മതി. ഒക്കെ ശരിയാ. പോയെ കേറിക്കോളൂ. ഇത് ഏത് ഭാഷ? എന്താ ഇത്? വെൽക്കം. വെൽക്കോ? ഇത് മെൽക്കോ ആണ്. ഓഹോ, അങ്ങനെ വായിക്കാമോ? നിങ്ങൾക്ക് ഇവിടെ പന്തൽ കെട്ടാൻ വന്നതോ അതോ സർക്കസ് കളിക്കാൻ വന്നതോ? ഇങ്ങനെയുള്ളവന്മാരുടെ ശല്യം കൊണ്ടാ ചിലരൊക്കെ കല്യാണം ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി വെക്കുന്നത്. അപ്പൊ ഉത്സവം സൂപ്പർ സ്റ്റാറിലേക്ക് വെൽക്കം. 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 ഓക്കേ അല്ലേ? റെഡി? ഉത്സവം സൂപ്പർ സ്റ്റാർ പ്രസന്റഡ് ബൈ ഈസ്റ്റി പവേർഡ് ബൈ പിട്ടാപ്പള്ളിയിൽ ഏജൻസിയിൽ ഇനി വരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഫാമിലി പെർഫോമൻസാണ്. നമുക്കറിയാം ഇവിടെ ഒത്തിരി ഫാമിലി പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്, മാക്സിമം നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാം നെട്ടിക്കാൻ വേണ്ടി ഒരു കിടിലൻ ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് വെൽക്കം ചെയ്യാം രാജു ആൻഡ് ഫാമിലി. ഞാനും മക്കളും ചേർന്ന് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കൽ പ്രോഗ്രാമാണ്
കോമഡി ഉത്സവത്തിൽ അവതരിപ്പിച്ചത്. തുടർന്ന് ഉത്സവം സൂപ്പർ സ്റ്റാറിലും പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്.
അച്ഛൻ്റെ അടുത്ത്. ഇങ്ങനെ 2 പിള്ളേരെ നന്നായിട്ട് വർക്ക് ചെയ്തു, പക്ഷെ അസലായിട്ട് വായിച്ചു. ഞങ്ങൾക്ക് ഒത്തിരി ഇവിടെയും നന്നായി ഉണ്ടായിരുന്നു, നല്ല ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഫാമിലിയുടെ രസം ഉണ്ടായിരുന്നു കാണാൻ, അല്ലേ സലീം ഏട്ടാ? അച്ഛനും മക്കളും കൂടി തകർത്ത് കളഞ്ഞു. താങ്ക് യു സാർ. തകർത്ത് കളഞ്ഞു. താങ്ക് യു. ഇത് വളരെ അഭിമാനം തോന്നി. ഒരു കുടുംബത്തിലെ ആളുകൾ ചേർന്ന് മനോഹരമായിട്ടുള്ള ഒരു കലാരൂപം അവതരിച്ചപ്പോൾ എന്തുകൊണ്ട് എനിക്കും കൂടി അവിടെ ജനിക്കാൻ പറ്റിയിരുന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. അത് അമ്മയുടെ ആ വിളിക്കുന്നത് എന്ത് കഷ്ടമാണ്. അയ്യയ്യയ്യാ, അമ്മക്ക് വല്ല ഉപദ്രവങ്ങളുണ്ടോ? ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യും, നല്ല രസമാണ് വീട്ടില്. അതെ, അത് നമുക്ക് ഊഹിക്കാവുന്നല്ല. അമ്മ വല്ലതും ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യോ? ഇല്ല, ഒന്നും. ചട്ടകം, ചീനിച്ചട്ടി, അതൊക്കെ അല്ലേ? ഏതായാലും ഭാഗ്യവതിയാണ്. ഒരു കലാകാരനായ ഭർത്താവും 2 മക്കളും. വെറും കലാകാരന്മാരല്ല, ഉത്തമനായ കലാകാരന്മാരെ കിട്ടിയതിൽ ഭാഗ്യവതി തന്നെയാണ്. ഓൾ ദി ബെസ്റ്റ്. ആ കുടുംബത്തിന് നന്മകൾ മാത്രം സർവശക്തൻ നൽകട്ടെ എന്ന് പ്രാർത്ഥനയോടെ സലീം കുമാർ. അപ്പൊ പുതിയ വിശേഷങ്ങളിൽ പ്രോഗ്രാംസുകളൊക്കെ വന്ന് തുടങ്ങിയോ? ഉണ്ട്. അപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ BA ഫസ്റ്റ് ഇയർ അമ്പലപ്പുഴ ഗവൺമെന്റ് കോളേജ്. ഇവിടെ BCom സെക്കൻഡ് ഇയർ. അയ്യോ, കണ്ടാ പറയില്ല കേട്ടോ. ഓക്കെ, പറയൂ. അല്ല, BCom പഠിക്കുന്ന കണ്ടാ പറയോ? ദൈവമേ, ഞാൻ ഇന്ന് ആരാണാവോ കണി കണ്ടു വന്നത്. അതെ അതെ, ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ പഠിക്കുന്ന ആൾക്കാരാണ് കണ്ടാ പറയണത്. എന്റെ ഡൗട്ടാണ്, ഈ കൊച്ചിനെ കണ്ടാൽ BCom അല്ലേ പഠിക്കണേ, BA കണ്ടാ പറയോ? പിന്നല്ലാണ്ട് ഒരു കമന്റ്സ് എങ്കിലും ഈ എപ്പിസോഡ് കഴിയുമ്പോ പ്ലീസ് അടിയിൽ ഒന്ന് ഞാൻ പറഞ്ഞതാണോ ശരി, അവിടെ പറഞ്ഞാണോ ശരി ഒന്ന് എഴുതി തരാം. ആ എഴുത്ത് ഞാൻ സലീമേട്ടനെ കാണിക്കുന്നതായിരിക്കും. ആദ്യമായിട്ട് ഫ്ലവേഴ്സിനൊരു നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് കുടുംബപരമായിട്ട് ഏറ്റവും വലിയൊരു വേദി എന്ന് പറയുന്നത് ഈ ഫ്ലവേഴ്സിലെ കോമഡി ഉത്സവം സൂപ്പർ സ്റ്റാർ ഈ വേദി തന്നെയാണ്. അത് വളരെയേറെ ഞങ്ങളുടെ കരിയറിൽ പ്രയോജനം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഞങ്ങളെ ഈ വേദിയിൽ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് സഹായിച്ച മ്യൂസിക് മാനിയ അനിൽ എന്ന് പറയുന്നൊരു സുഹൃത്തുണ്ട്. അദ്ദേഹം വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കൂടാതെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. നമുക്കൊരു ഓട്ടോഗ്രാഫും കൂടെ. ഉത്സവം സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ ഇനി ഒരു വെറൈറ്റി ഡാൻസ് ആയാലോ? നിങ്ങൾ റെഡിയാണോ? അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം നിതീഷ് കല്യാൺ. കോമഡി ഉത്സവത്തിൽ 292ാമത്തെ എപ്പിസോഡിലാണ് പെർഫോമൻസ് ചെയ്തത്. ടെലികാസ്റ്റിന് ശേഷം ഒരുപാട് ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി, ഒരുപാട് പ്രോഗ്രാംസിൽ ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഇതാ ഉത്സവം സൂപ്പർ സ്റ്റാർസ് വന്ന് നിൽക്കുകയാണ്. தமிழ் படங்களை மடல் வச்சுக்கிட்டு மியூசியம் முறுக்கிக்கிட்டு லுங்கி கட்டிக்கிட்டு நம்பியாரு ஏ கபாலி அப்படின்னு சொன்ன உடனே குனிஞ்சி சொல்லுங்க எஜுமா அப்படி வந்து நிப்பானே, அந்த மாதிரி கபாலியா நினைச்சியாடா? கபாலிடா. பூக்கள் பூக்கும் தருணம் பார்த்ததாருமில்லை, புலரும் காலை பொழுதை முழுமதையும் பிறந்த போவதில்லையே, நேற்று வரை நேரம் போகவில்லையே, உனதருகே நேரம் போகவில்லை, எதுவும் பேசவில்லை, இன்றேனோ எதுவும் தோன்றவில்லை, இது எதுவோ இரவும் விடியவில்லை, அது விழுந்தால் பகலும் முடியவில்லை, பூந்தளிரே. നിതീഷ് കല്യാൺ സാർ, കല്യാണം കഴിക്കാൻ തോന്നുന്നു. കിഴക്കുതിച്ചേ ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്കൻ പിന്നടേ
ഡോ താനിങ്ങ് വന്നേ. എന്തേ എന്താ ചേച്ചി ഇതിനെ വിളിച്ചത്? ഇനി എപ്പോഴെങ്കിലും അടിക്കണമെന്ന് തോന്നുമ്പോ എന്നെ വിളിച്ചാ മതി, ഞാൻ വരാം. എന്താ സാർ കട്ട് പറഞ്ഞത്? കൂടുതൽ നന്നായി പോയോ? എല്ലാ പടത്തിലും താൻ ഈ സെയിം സ്റ്റെപ്പ് തന്നെയല്ലേ ഉപയോഗിക്കുന്നത്? എല്ലാ സിനിമയിലും താൻ ഈ സെയിം ക്യാമറ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു സാധാരണ പുരുഷൻ നോർമലി നടക്കുന്നത് ദാ ഇങ്ങനെയാണ്. ഒരു ചേഞ്ച് ആയി കിട്ടുന്ന കരുതി നടക്കുമോ? അയ്യോ എന്താണ്ട് മറന്നല്ല. സുധീഷേ, വിരലുകളൊക്കെ 10 വിരലുകൾ എങ്ങോട്ട് പോകണമെന്നുള്ളത് നമുക്ക് The two family attached to the bathroom. Your family food and accommodation. What do you mean? അങ്ങനെയൊന്നുമില്ല. നെയ്മീൻ, ചാളമീൻ, അയലമീൻ, കുലോമീൻ. പൂർവ്വ ഇംഗ്ലീഷ് അറിയില്ല എന്നിട്ട് ടീച്ചർ വന്നിരിക്കുന്നു മലയാളി. ഇത് പിടി നോട്ടേട്ടോ. പേസ്റ്റ് ഗ്ലാസ്സാ. പേസ്റ്റ് വരുന്ന മദ്യം ഒഴിക്കാനാ. ഒഴിക്കാണ്ട് കുടിച്ച കുറുമ്പ് കുറച്ചും കൂടി മതിയല്ലോ. എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. ചെന്തെങ്ങിന്റെ കൊലയാണെങ്കിൽ ആടും, തീൻവീട്ടിന്റെ കൊലയാണെങ്കിലും ആടും, നടന്നെങ്കിന്റെ കൊലയാണെങ്കിൽ ആടില്ല. ഞാൻ സമ്മതിക്കില്ലടാ. ഞാൻ പോയി കഴിഞ്ഞ താൻ ഇവിടെ കിടന്നുണ്ടല്ലോ, മൂക്കുകൊണ്ട് ഇച്ച ഇങ്ങ ചച്ച ജജ്ജ ഞഞ്ഞ തട്ട ഡറ്റ നണ്ട തട്ട ഡറ്റ വാരക്കി. എന്തായിരുന്നു ഇവിടെ? തകർക്കായിരുന്നു ഫുള്ള്. സലീമേട്ടനെ വിളിക്കുന്നു, ഇന്നസെന്റേട്ടനെ വിളിക്കുന്നു. പക്ഷെ അസൽ പെർഫോമൻസ്. എനിക്ക് ഡാൻസ് അറിയില്ല, അതാണ് എൻ്റെ ഒരു വിഷമം. വലിയ ഡാൻസ് മാസ്റ്റർ അവിടെ ഇരിക്കുന്നേ അല്ലേ? മോനെ എന്തോ എന്താടാ കാണിച്ചത്? എന്താ പറയാൻ, ഞാന് അത്ഭുത പരതന്ത്രനായി പോയി. അതാണ് അല്ല, അതിന്റെ അപ്പുറത്തൊന്നും ഞാനിങ്ങനെ കണ്ണ് ചിമ്മാതെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പൊ നിന്നെ എന്ന് വെച്ചാല് വേറെ കാര്യങ്ങളുണ്ട്. എൻ്റെ മോൻ ആരോമലിന്റെ ഒരു സാദൃശ്യ രൂപം നിനക്കുള്ളതിന്റെ പേരില് ഒരു വല്ലാത്ത ഇഷ്ടം നിന്നോട് അങ്ങനെ തോന്നിയിരിക്കും. അത് മാത്രമല്ല, നീ വസാത്തിനായ കലാകാരൻ. അയ്യോ, ഞാൻ ഇങ്ങനത്തെ ഒരു നൃത്തരൂപം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അതിന്റെ ഉള്ളിൽ വലിയൊരു കലാകാരനെ ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഇതാരാണ് കൊറിയോഗ്രാഫി ചെയ്തത്? കൊറിയോഗ്രാഫി ഞാൻ സത്യം പറഞ്ഞ ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് കുറച്ച് അറിയുന്ന കുറച്ച് സംഭവങ്ങൾ പഠിച്ചെടുത്ത് എൻ്റെ സന്തോഷ് മാസ്റ്റർ പാലക്കാട് വന്നിട്ടുണ്ട്. മാസ്റ്റർ ഇത് എങ്ങനെ എന്താണ് എന്താ പറയുന്നത്? ഞങ്ങള് കണ്ട് നെട്ടിയിരിക്കുകയാണ്. പക്ഷേ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്കും പഠിക്കണം, എന്നെയും കൂടി ക്ലാസ്സിൽ എടുക്കുക. കാരണം എല്ലാ മാസ്റ്റേഴ്സും എന്നെ ഒഴിവാക്കാറാണ് ഒരു ശീലം. കാരണം ഒന്നാമത്തെ മര്യാദക്ക് ജീവിച്ചു പോകണ്ട് കഞ്ഞുടിച്ച്. അതെ അതെ, ഇത് ചെയ്യാമെങ്കിൽ എനിക്കും ഈ പ്രായത്തിൽ അത്യാവശ്യമൊക്കെ അല്ലേ മാസ്റ്റർ ചെയ്യാൻ പറ്റും. ഞാനപ്പോ സ്വീകരിച്ചിരിക്കുന്നു. മാസ്റ്റർ പല ആൾക്കാരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, കുറെ ആൾക്കാർക്ക് തകർത്തിട്ടുണ്ട്. എങ്ങനെ മനസ്സിലായില്ല? മോണി ഇതൊക്കെ കാണിച്ചതിന്റെ എല്ലാം ഉറങ്ങില്ലേ? അവൻ എന്തൊക്കെയാണ് കാണിച്ചത്? നമ്മളൊരു 5-8 വർഷമായി അവനെ പരിചയപ്പെട്ടിട്ട്. വിഷയം പറഞ്ഞാൽ അവൻ വളരെ ഒരു സാധാരണപ്പെട്ട വീട്ടിലെ ആളാണ്. പിന്നെ അവൻ അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പോൾ അമ്മ ഉണ്ട്, പിന്നെ 2 വല്യമ്മ. അപ്പോൾ ഇപ്പോൾ ആൺതരിയായിട്ട് അവൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ അവൻ രക്ഷപ്പെടണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യും. തീർച്ചയായിട്ടും അവൻ രക്ഷപ്പെടും, യാതൊരു സംശയം വേണ്ട. വലിയ കലാകാരനാവും. സാധനമുണ്ട്, ഞാൻ ചുമ്മാ പറയല്ല, ഞാനത് അനുഗ്രഹം കൊടുത്തതല്ല. അവൻ്റെ കയ്യിൽ സാധനമുണ്ട്. ഞാനും രക്ഷപ്പെടുവല്ലേ? നീ എന്നേ രക്ഷപ്പെട്ടു.
മാസ്റ്റർ സീരിയസ് ആയിട്ട് എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റൂലേ? പറ്റും. ഞാൻ ഇപ്പൊ ശ്രമിക്കണം. ശ്രമിക്കാം. ഞാൻ പഠിപ്പിച്ചത്. 2 സ്റ്റെപ്പ്. ഒരു മ്യൂസിക് തരുമോ ഞങ്ങൾക്ക്? എന്താ കണ്ണടച്ചിരിക്കുന്ന സലീമേട്ടൻ? അല്ല, ദുരന്തങ്ങൾ കാണാൻ എനിക്ക് വലിയ ഇഷ്ടമല്ല. റെഡി. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ. ആദ്യമേ മുദ്രകൾ പഠിക്കണം. ഇതൊന്നും മുദ്രയൊന്നും ഇതിലില്ല. ജനിച്ചത് ആർക്കു വേണ്ടി ഏത് മുദ്രയാണ് ഇടേണ്ടത് അതും കൂടെ ഒന്ന് പറഞ്ഞു. ജനിച്ചതാർക്കു അവിടെ ചെയ്തിട്ടുണ്ടല്ലേ പണ്ട്? അറിയില്ലല്ലോ, ഓർത്താൽ ജീവിതം ചെറിയതായി. നാടോടി നൃത്തം പഠിച്ചിട്ടുണ്ടല്ലേ പണ്ട്? എന്തെങ്കിലും നൃത്തമാണത്? ഇത് എന്തെന്നാണത്? വരാൻ പോകുന്നത് ഒരു കോംബോ പെർഫോമൻസ്. അതിനായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം വിഷ്ണു ആൻഡ് സുബിൻ പെരുവല്ലൂർ. ഞാൻ അലനല്ലൂർ ഒരു സ്ഥാപനം ഡീൽ അക്കാദമി എന്നുള്ള സ്ഥാപനം നടത്തുകയാണ്. അപ്പോൾ അതിൽ ഈ കോമഡി ഉത്സവം കാരണം ഒരുപാട് കുട്ടികൾ ഈ പഠനത്തോടൊപ്പം തന്നെ ഇങ്ങനെ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് എന്നെ തിരിച്ചറിയുന്നത് കൊണ്ട് ഒരുപാട് കുട്ടികൾ അവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഈ ഉത്സവം സൂപ്പർ സ്റ്റാറിൽ ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. കോമഡി ഉത്സവത്തിൽ വന്ന ശേഷം ഒരുപാട് പ്രോഗ്രാം എനിക്ക് ചെയ്യാൻ സാധിച്ചു. വീണ്ടും ഞാൻ ഫ്ലവേഴ്സിൻ്റെ ഉത്സവം സൂപ്പർ സ്റ്റാർ എന്ന പ്രോഗ്രാമിൽ വന്നിരിക്കുകയാണ്. സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? ഇന്ന് ഗായകരുടെ വോയിസിൽ കോമഡി ഉത്സവത്തിലും ഗായകരുടെ വോയിസിലായിരുന്നു മിമിക്രി ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇതിലും ഇവിടെ വെറൈറ്റി സ്റ്റാർസുകളാണ്. പറയുന്നില്ല, കാണാം. ആദ്യം നാദിർഷ നമ്മുടെ സലീമേട്ടനെ കുറിച്ച് പാടിയ ഒരു ഗാനം. പലവട്ടം കാത്തു നിന്നിവൻ സിനിമയുടെ ലോകത്തെത്താൻ പല നാളും ചാൻസും തേടി പോയില്ലേ. പലവട്ടം കാത്തു നിന്നിവൻ സിനിമയുടെ ലോകത്തെത്താൻ പല നാളും ചാൻസും തേടി പോയില്ലേ. ഒടുവിൽ ഒരു നടനായി കഴിവുള്ളൊരു സ്റ്റാറായി ഇന്നിപ്പോൾ സൂപ്പർ നടനായി മുന്നിൽ നിൽപ്പല്ലേ. ഒടുവിൽ ഒരു നടനായി കഴിവുള്ളൊരു സ്റ്റാറായി ഇന്നിപ്പോൾ സൂപ്പർ നടനായി മുന്നിൽ നിൽപ്പല്ലേ. പലവട്ടം കാത്തു നിന്നവൻ സിനിമയുടെ ലോകത്തെത്താൻ എന്നാലും ഇവനും ഇന്നൊരു സ്റ്റാർ അല്ലേ. നാടകാചാര്യൻ NN പിള്ളയുടെ മകൻ വിജയരാഘവൻ. ശരി, കാർത്തികയ്യ, കയ്യൂക്കിന്റെ ബലം നിനക്കേ വശമോളം ധരിക്കരുത്. നിന്റെ അച്ഛൻ സമ്പാദിച്ചിട്ട് ഹോസ്പിറ്റലല്ല, കയറി തല്ലിപ്പൊളിച്ച് ഈ കൈന്റെ 4 പീസാക്കി. പിന്നെ ഒരുത്തിന്റെ മുന്നിൽ പൊക്കൂല. നീ പെട്രോൾ കുളിച്ച തന്റെ നിപ്പ് നടേശ കൊല്ലണ്ട. അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കനവേറി വന്നു, കന്നിക്കിളി നീ എന്നിൽ പൊൻതൂവൽ വീശി നിന്നു. അന്തിക്കടവത്തെ അമ്പിളിക്കൊമ്പിൽ കള്ളിക്കുയിലായി നീ പാടി, തുള്ളിത്തിരതുള്ളും തുള്ളാരക്കാറ്റിൽ മാനായി മറിമാനായി മാറി. അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കനവേറി വന്നു, കന്നിക്കിളി നീ എന്നിൽ പൊൻതൂവൽ വീശി നിന്നു.
ഇന്നസെന്റിന്റെ ഡ്യൂപ്പ് എന്നറിയപ്പെടുന്ന ഇരിഞ്ഞാലക്കുടക്കാരൻ ജോസ് പല്ലിശ്ശേരി. എന്റെ പൊന്നുമോനെ, വെറുതെ കോടതിക്കാരും പറഞ്ഞു കോട്ടറക്ഷ ആക്കരുത്. ഈ KM മാത്യുവിന് വെട്ടിക്ക് നമ്പർ എന്തെങ്കിലും നിനക്ക് പോർക്കർച്ചിയിൽ കൂർക്കിട്ട് വെക്കോ അറിയോ? അറിയില്ല, പറഞ്ഞുതരാം. അടപ്പത്തിരിക്കുന്ന വെള്ളം അതിപ്പോ വറ്റിക്കാണും. അപ്പോ ഞാനങ്ങോട്ട് എന്തിനാ ഹൈദരാലി മാഷ് മതിൽ ചാടി പോണ്? മാഷേ, പിള്ളേര് മതിൽ ചാടി പോണ്, ഇങ്ങോട്ട് വന്നേ. അടുത്തത് അഫ്സൽ. ഏമൈ കണ്ണിനുള്ളം കൊണ്ടെന്നുള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു കൊട്ട സ്വപ്നം തന്നോരോ മൽമുത്താണേ. ഞാൻ പണ്ടേ കച്ചൻ കെട്ടി നിന്നെ കെട്ടാനിപ്പാണേ, പടിയോരം വെള്ളിപ്പല്ലക്കെത്തിയതിന്നാണേ. വീട്ടാരും കൂട്ടുണ്ടേ, നാട്ടാരും കൂടെയുണ്ടേ, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ടേ. ആശപ്പു കൊട്ടാരം വിണ്ണോരം മുത്തിയിലെ ചിങ്കാരം പട്ടും കുത്തി ചേലിൽ വന്ന പൊട്ടും കുത്തി മിന്നുകെട്ടിക്കൊണ്ടേ പോകാം ചില്ലം ചില്ലാന. ചില്ലം 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 ചില്ലാന. ചില്ലം 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 ചില്ലാന. ചില്ലം 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 ചില്ലാന. ദിത്തര 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 ദത്തന ചില്ലം ചില്ലാന. കലാഭവൻ മണിയുടെ അമ്മയായി അഭിനയിച്ച വാസന്തി ലക്ഷ്മിയിലെ മീന ഗണേഷ്. ബിജുകുട്ടൻ. ഓക്കെ. എന്റെ തലമണ്ടിക്ക് ഒരു കല്ലെടുത്തെറിഞ്ഞ് എന്നിട്ടൊരു പേരും കൂടി ഇട്ടുണ്ട്. എന്ത് പേരാണെന്ന് അറിയാമോ? കരിവണ്ടെന്ന്. വിഷ്ണു തകർത്തു. നാദൃശിക്കേണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ നാദൃശിക്കേണ്ടത് കൂടുതൽ ഇഷ്ടപ്പെട്ടു. സലീമേട്ടനെ കുറിച്ച് പാടിയത് കൊണ്ടായിരിക്കാം അല്ലേ? പക്ഷെ അസലായിരുന്നു. ഇവിടെയും പ്രത്യേകിച്ച് മീന ചേച്ചിയുടേത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. സലീമേട്ടാ, രണ്ട് പ്രതിഭകള് ഇവിടെ മാറ്റിവെക്കുന്ന അഭൂതപൂർവമായ ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. വിഷ്ണുവും സിബിനും രണ്ടുപേരും മിടുക്കന്മാരാണ്. ഒരാള് പാട്ടിൽ സ്പെഷ്യലൈസ് ചെയ്തപ്പോൾ ഒരാള് ശബ്ദാനുകരണത്തിൽ. രണ്ടും വളരെ വളരെ മനോഹരമായിരിക്കുന്നു. ഞാനിവിടെ അലനല്ലൂർ എന്നുള്ള പ്രദേശത്ത് ഒരു ഡീൽ അക്കാദമി എന്ന സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളാണ്. അപ്പൊ അവര് കുട്ടികൾ എന്റെ അടുത്ത് വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സാറ് കോമഡി ഉത്സവത്തിൽ വന്നല്ലേ എന്ന് ചോദിക്കും. അപ്പൊ തന്നെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട്. ഞാനൊരു ഓട്ടോ തൊഴിലാളിയാണ്. അപ്പോൾ ഓട്ടോ ഓടിച്ചിങ്ങനെ പോകുന്ന സമയത്തൊക്കെ ചോദിക്കും, ചേട്ടാ കോമഡി ഉത്സവത്തിലൊക്കെ വന്നിട്ടില്ലേ? ഇതുപോലെ ചോദിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു പുളകാണ്, സന്തോഷമാണ്. അപ്പം എന്നോട് ഇനി എന്നാ പോണത്, ഇനി എന്നാ സ്പോട്ട് ഡബിങ് ചെയ്യുന്നുണ്ടോ? ഈ സ്പോട്ട് ഡബിങ് എന്താണെന്ന് മനസ്സിലായത് ഫ്ലവേഴ്സിൻ്റെ കോമഡി ഉത്സവം വന്നപ്പോൾ. അത് വലിയൊരു സന്തോഷമായിട്ട് തോന്നുന്നു. ഇതേപോലെ ഒരു എനർജി എനിക്ക് ഇനിയും കിട്ടും പ്രേക്ഷകരിൽ നിന്ന്, അതെനിക്ക് തരും പ്രേക്ഷകർ. സൂപ്പർസ്റ്റാർ പ്രസന്റഡ് ബൈ ഈസ്റ്റി പവർഡ് ബൈ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിൽ ഇനി അടുത്ത് വരാൻ പോകുന്ന ഒരു സ്പെഷ്യൽ പെർഫോമൻസാ. അതിനായിട്ട് നമുക്ക് വെൽക്കം ചെയ്യാം പ്രീജിത്ത് ദേവ് കടലുണ്ടി. ഞാൻ കോമഡി ഉത്സവത്തിൽ 220ാമത്തെ എപ്പിസോഡിൽ സ്പെഷ്യൽ പെർഫോമൻസ് ആയിട്ട് വന്നതാണ്. അന്ന് ഞാൻ ഡബിൾ സൗണ്ട് പെർഫോമൻസ് ആണ് ചെയ്തത്. അതിനുശേഷം എനിക്ക് ധാരാളം പ്രോഗ്രാമുകളൊക്കെ നാട്ടിലും അതുപോലെ പല സ്ഥലത്തും കിട്ടാൻ തുടങ്ങി. എന്നെ പല വേദികളിലും സെലിബ്രിറ്റി ഗസ്റ്റായിട്ട് ആദരിക്കുകയുണ്ടായി. കൂടാതെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഞങ്ങളുടെ ട്രൂപ്പായ മിമിക്സ് അൾട്ര കോഴിക്കോട് എന്ന ട്രൂപ്പിന് ധാരാളം പ്രോഗ്രാം കിട്ടുകയും അതിലൂടെ എനിക്ക് വ്യക്തമായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. കടലുണ്ടി പറയൂ, സുഖമായിട്ടിരിക്കണോ? ഓ, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ എപ്പിസോഡിൽ ഇന്ന് എന്താണ് സ്പെഷ്യൽ? ശബ്ദാനുകരണങ്ങളാണ്. ഞാൻ കോമഡി ഉത്സവം 220 എപ്പിസോഡിൽ ചെയ്ത അതിന് വേറൊരു
ടൈപ്പാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങല്ലേ? ഓ, തുടങ്ങാം. സലീമേട്ട റെഡി അല്ലേ? ആദ്യമായിട്ട് ഈ സൂപ്പർ സ്റ്റാർ എന്ന വാക്ക് ഞാനൊന്ന് ഡിജിറ്റൽ വോയിസിലേക്ക് കൊടുക്കുകയാണ്, ശ്രദ്ധിക്കണം. സൂപ്പർ സ്റ്റാർ, സൂപ്പർ സ്റ്റാർ, സൂപ്പർ സ്റ്റാർ. Superstar, superstar. Superstar, stars. ഇനി നമ്മളൊരു ഹെലികോപ്റ്റർ ആകാശത്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് മിമിക്രിയിലൂടെ ചെയ്യാം. ശരി. ഇനി ഒരു മകിടി ഊതുന്ന പാമ്പാട്ട്. നമ്മൾ ഇപ്പോൾ സാധാരണ ഉത്സവ പറമ്പുകളിലൊക്കെ നമ്മൾ ഈ സർക്കസ് കൂടാരങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ ഞങ്ങളെ കടലുണ്ടിയിൽ വാവുത്സവം എന്ന് പറയുന്ന ഒരു വലിയ മഹത്തായ ഒരു ഉത്സവമുണ്ട്. ആ ഉത്സവപ്പറമ്പ് വന്നിട്ട് ഇങ്ങനെ സർക്കസ് കൂടാരത്തിലൊക്കെ വരുമ്പോൾ അത് അങ്ങനെ കേട്ട് പഠിച്ചാണ് ഞാൻ. അപ്പോൾ അതിനകത്ത് ഒരു 2 ബൈക്കുകൾ ഒരേ സമയത്ത് കറങ്ങാണ്. രണ്ടും ഒരേ സമയത്ത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ശബ്ദം. ഫ്ലാസ്കിനകത്തേക്ക് വെള്ളം ഒഴിക്കുമ്പോഴുണ്ടാവുന്ന ഒരു ശബ്ദം, അതൊന്ന് കാണിക്കുകയാണ്. മാപ്പിളപ്പാട്ടിലെ പ്രത്യേകിച്ച് ഞങ്ങളുടെ മലബാറിലെ തനതായ ഒരു കലാരൂപമാണ് ദഫ്മുട്ട്. ദഫ്മുട്ടും മാപ്പിളപ്പാട്ടും ഒരേ സമയത്ത് കേൾക്കുകയാണ്. ഇടയുന്ന പടവാള് പടവട്ടി പൊരുതി, പടർക്കളം പടവട്ടി പടവട്ടി പൊരുതി, പടവാളമ്മ പൊട്ടിപ്പോയി, പടവാളമ്മ പൊട്ടിപ്പോയി. ഷറഫ് മോനെ പ്രായക്കുടി, പ്രായക്കുടിച്ചിട്ട് പീടി വലി, പീടി വലിച്ചിട്ട് പായ വിരി. ഷറഫ് മോനെ പ്രായക്കുടി. ഒരു കുതിരവണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തൊട്ടടുത്ത് കൂടെ ഒരു ഫയർ എഞ്ചിൻ ദൂരെ നിന്ന് വന്ന് ദൂരേക്ക് കടന്നു പോവുകയാണ്. രണ്ടും ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്നു. കുതിരക്കുളമ്പടിയും അതുപോലെ ഫയർ എഞ്ചിനും ഒരേ സമയത്ത്. ഇനി ഈർച്ചമലിൽ മരം വീരുന്ന സമയത്ത് തന്നെ എക്സോ ബ്ലേഡ് കൊണ്ട് പൈപ്പ് കട്ട് ചെയ്യുകയാണ്. രണ്ടും ഒരേ സമയത്ത്. അവസാനമായിട്ട് നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്ന വെടിക്കെട്ട് ഒന്ന് മിമിക്രിയിലൂടെ ചെയ്യുകയാണ്. പ്രജിത് ജി ഓക്കെ കലക്കി. താങ്ക് യു. പക്ഷേ സ്പെഷ്യലി ആ ദഫ്മുട്ട് ഓക്കെ നമ്മുടെ നാട്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട്, പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? ഒരേ ടൈമില് പക്ഷെ എനിക്ക് അറിയാവുന്ന കാര്യമാണ് കേട്ടോ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. കാരണം ഒത്തിരി പിള്ളേരെ നിർത്തിയിട്ടാണ് ആ ഒരു സംഭവം നമ്മുടെ ഓരോ പ്രോഗ്രാംസിനും നമ്മുടെ നാട്ടിൽ ചെയ്യാറ്. അപ്പൊ അത് പഠിച്ചെടുത്തു. അതേ ടൈമിൽ ആ സോങ്ങും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വല്ലാത്തൊരു കഴിവാണ്. വെടിക്കിട്ടും അസലായി. സലീമേട്ടാ വളരെ വളരെ വളരെ
വളരെ മനോഹരമായിരിക്കുന്നു. താങ്ക് യു സർ. ഇതാ ദർഭമുട്ട്, മരണക്കിണർ, അതേപോലെ തന്നെ വെടിക്കെട്ട് പണ്ട് ഞങ്ങളുടെ കലാഭവന്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നു. അത് ഞങ്ങൾ 6 പേരും തന്നെ അത് 6 മൈക്കും വെച്ചാണ് ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മളത് ഒറ്റയ്ക്ക് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഞങ്ങൾ ചെയ്തതിലും വളരെ മനോഹരമായിട്ട് ചെയ്യുകയും ചെയ്തു. വളരെ വളരെ നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അല്ലേ? ഹാപ്പിയാണ്, വളരെയധികം സന്തോഷമുണ്ട്. അതിലേറെ വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം കോമഡി ഉത്സവത്തിൽ വന്നതിന് ശേഷം എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു നല്ലൊരു ഐഡൻറ്റിറ്റി കിട്ടി. കാരണം എന്നെക്കാളും കൂടുതൽ എൻ്റെ നാട്ടുകാരും കുടുംബക്കാരും എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സഹപാഠികളും അവരൊക്കെയാണ് എന്നെക്കാളും കൂടുതൽ സന്തോഷിക്കുന്നതും. അവരിത് ഏറ്റെടുത്ത് വലിയൊരു സന്തോഷം എന്ന രീതിയിൽ എന്നെ പല വേദികളിൽ ആദരിക്കുകയും എന്നെ സെലിബ്രേറ്റ് ആയിട്ട് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഞങ്ങളുടെ ഒരു ട്രൂപ്പുണ്ട്, മിമിക്സ് അൾട്ര കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട്. അതിന് ഇന്ത്യയിലെ ഒരുവിധം സംസ്ഥാനങ്ങളിലൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചു. അതൊക്കെ കോമഡി ഉത്സവത്തിൻ്റെ വന്നതിന് ശേഷം കിട്ടിയ ഒരു മഹാഭാഗ്യമാണ്. ഇനിയും അങ്ങോട്ട് നിറയെ ഭാഗ്യങ്ങൾ. താങ്ക് യു. അപ്പം നമുക്കൊരു ഓട്ടോഗ്രാഫും കൂടെ വേണം. ഓക്കെ, തീർച്ചയായും. സലീമേട്ടാ, എന്നത്തെ പോലെ ഇന്നും പ്രോഗ്രാം മാത്രല്ല കഴിഞ്ഞ് എന്റെ സൗന്ദര്യം ആസ്വദിച്ചിരുന്നേന് താങ്ക്സ്. അപ്പൊ ഇത്ര നേരം എന്നെ സഹിച്ചതിന്, പാവ എന്റെ സലീമേട്ടനെ സഹിച്ചത് മീൻസ് എന്റെ തള്ളു കേട്ടിട്ട്. പക്ഷെ സ്നേഹമുള്ള ഈ മുത്തും ഞാനും എന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. തൽക്കാലം നിങ്ങൾ ഒരു വൈൻഡപ്പ് പറയാണ്. ഉത്സവം സൂപ്പർ സ്റ്റാർ പ്രസന്റഡ് ബൈ ഈസ്റ്റി, പവർഡ് ബൈ വിറ്റാപ്പിള്ളി ഏജൻസീസ്. സൈനിങ് ഓഫ്, ദിയ ആൻഡ് സലീമേട്ടൻ.